മെക് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബൈക്കുകളുടെ റേഡിയേറ്റർ കൂളൻ്റ് എങ്ങനെയാണ് കൃത്യമായി ചേഞ്ച് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കമൻറ്റായി ചോദിച്ചിട്ടുണ്ടായിരുന്നു റേഡിയേറ്റർ കൂളൻ്റ് എങ്ങനെയാണ് മാറ്റുന്നതെന്ന്. കാരണം R15 അതുപോലെ തന്നെ NS RS പോലത്തെ വലിയ വണ്ടികളിലൊക്കെ റേഡിയേറ്റർ കൂളൻ്റ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഏത് സമയത്താണ് അത് ചേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ മെക് വ്ലോഗ് എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മെക് വ്ലോഗ് എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇത് MT-15 എന്നുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ റേഡിയേറ്റർ കൂളൻ്റ് നമ്മൾ മുഴുവനായിട്ട് എങ്ങനെ ചോർത്തി പുതിയത് ഒഴിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ എൻജിൻ ഗാർഡുകൾ അഴിച്ചെടുക്കണം. കാരണം ഓയിൽ ഡ്രെയിൻ ബോൾട്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ എൻജിൻ ഗാർഡ് നമുക്ക് അഴിച്ചെടുക്കാം. ഇവിടെ 4 അലങ്കി ബോൾട്ട് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം അഴിച്ചെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും 4 അലങ്കി ബോൾട്ട് ഉണ്ട്. അത് നമ്മൾ അഴിച്ചെടുത്ത് ഈ ഗാർഡ് ഊരി വയ്ക്കാം. രണ്ട് ബോൾട്ട് നമ്മൾ അഴിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഗാർഡ് അഴിച്ച് പുറത്തോട്ട് വയ്ക്കുക. ഇതാണ് ഇതിൻ്റെ റിസർവോയർ ടാങ്ക്. അപ്പോൾ ഇതിലെ കൂളൻറ്റും കൂടെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അതിനൂടെ അതിൻ്റെ ക്യാപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അതിൽ 5 അലങ്കി ബോൾട്ട് വരുന്നുണ്ട്. ആ അലങ്കി ബോൾട്ട് നമ്മൾ അഴിച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ ഓയിൽ ഡ്രെയിൻ ബോൾട്ട്, അതായത് കൂളൻ്റ് ഓയിൽ ഡ്രെയിൻ ബോൾട്ട് 8 mm ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ ആ ബോൾട്ട് നമ്മൾ 8T ഉപയോഗിച്ച് നമ്മൾ അഴിച്ചു കൊടുക്കുക. അടിയിലൊരു പാത്രം വയ്ക്കുക. ഇതിൽ കൂളൻ്റ് ഓയിൽ വന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേഡിയേറ്റർ ക്യാപ്പും കൂടെ ഒന്ന് തുറന്നു കൊടുത്താലാണ് അതിൽ കൂളൻ്റ് വരുള്ളൂ. അപ്പോൾ ഈ റേഡിയേറ്റർ ക്യാപ്പ് നമ്മൾ തുറന്നു കൊടുക്കുക. അപ്പോൾ റേഡിയേറ്റർ കൂളൻ്റ് കറക്റ്റായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് മുഴുവനായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള ഈ റേഡിയേറ്ററുള്ള കൂളൻ്റ് പുറത്ത് വന്നു. അതിനുശേഷം നമ്മൾ റിസർവോയർ ടാങ്കും കൂടെ ഒന്ന് അഴിച്ചു വിടണം. ഇതാണ് ഇതിൻ്റെ റിസർവോയർ ടാങ്ക്. അപ്പോൾ ടാങ്കിൻ്റെ ഇവിടെ ഒരു അടിയിൽ ചെറിയൊരു പൈപ്പ് കാണാൻ സാധിക്കും. ആ പൈപ്പ് നമ്മൾ അഴിച്ചെടുക്കുക. അതിൽ കൂളൻ്റും കൂടെ ഫുള്ളായി ചോർത്തി വിടുക. അപ്പോൾ അതിൻ്റെ ക്യാപ്പും നമ്മൾ അഴിച്ചു വിടണം. നല്ല കറക്റ്റ് ഫ്ലോയിൽ നമുക്ക് വരുള്ളൂ. റിസർവോയറിൻ്റെ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ഒരു റബ്ബർ ഹോസാണ് വരിക. അതൊന്ന് വലിച്ച് ഊരി വയ്ക്കുക. ഈ കൂളൻ്റ് മുഴുവനായിട്ട് പുറത്തോട്ട് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ റേഡിയേറ്ററിൽ നിന്ന് വാട്ടർ പമ്പിലേക്ക് പോകുന്ന ഈ ഹോസും കൂടെ നമ്മളൊന്ന് അഴിച്ചു വിടുക. അപ്പോൾ ഇതിൽ കുറച്ച് കൂളൻ്റ് ഉണ്ടാവും. ഇതൊന്ന് അഴിച്ചു വിട്ടാൽ കുറച്ചും കൂടെ ഇതിലുള്ള കൂളൻ്റും കൂടെ നമ്മൾ പുറത്ത് പോകും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു മൈനസിൻ്റെ ഒരു ബോൾട്ട് ഉണ്ടാവും. അപ്പോൾ ബോൾട്ട് ഒന്ന് ലൂസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലോക്ക് പുറത്തോട്ടാക്കി വെച്ച് നമ്മൾ ഈ പൈപ്പ് വലിച്ചെടുക്കുക. കൂളൻ്റ് എല്ലാം പുറത്തോട്ട് വന്നു. ഇനി അതിനുശേഷം നമ്മൾ ഈ അഴിച്ച എല്ലാ ഹോസുകളും കണക്ട് ചെയ്ത ശേഷം നമുക്ക് പുതിയ കൂളൻ്റ് ഫില്ല് ചെയ്യാം. അത് നമുക്ക് ഈ റേഡിയേറ്റർ ഹോസ് കണക്ട് ചെയ്ത് അതിൻ്റെ ലോക്ക് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ റിസർവ് ടാങ്കിൻ്റെ ഈ ഹോസും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഓയിൽ ഡ്രെയിൻ ബോൾട്ട് 8 ബോൾട്ട് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുക. നമ്മൾ യമഹൻ്റെ ഒറിജിനൽ കൂളൻ്റ് ഓയിൽ തന്നെ യൂസ് ചെയ്യണത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 250 രൂപയാണ് 1 ലിറ്ററിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിറയുന്നത് വരെ, ആ മുകൾ ഭാഗത്ത് എത്തുന്നത് വരെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എയർ ബബിൾസൊക്കെ പുറത്ത് പോകുമ്പോൾ കൂളൻ്റ് ഓയിൽ കുറഞ്ഞ് വരും. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് പെട്ടെന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഇതേപോലെ തന്നെ ക്യാപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ട് തന്നെ നമ്മൾ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക.
സ്റ്റാർട്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് വണ്ടി റേസ് ചെയ്യുക. അതുപോലെ എയർ ബബിൾസുകൾ നീ വരാണ്ട് പറഞ്ഞാൽ അതൊക്കെ പുറത്തോട്ട് വരും. അതിനുശേഷം നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൂളൻ്റ് ഓയിൽ ലെവൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എയർ ബബിൾസ് ഒന്നും ഇല്ല, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. റേഡിയേറ്ററിൻ്റെ ഫില്ലർ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ഈ ക്യാപ്പ് നിങ്ങൾ ഊരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടി ഹീറ്റായിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ക്യാപ്പ് ഊരാൻ ശ്രമിക്കരുത്. ഹീറ്റായ ക്യാപ്പ് ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂളൻ്റ് തിളച്ച് നിൽക്കുന്ന സമയത്ത് പുറത്തോട്ട് അത് ചാടി വരും, തെറിച്ച് വന്ന് നമ്മുടെ മേൽഭാഗത്തൊക്കെ തട്ടിയിട്ട് പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ക്യാപ്പിൽ തന്നെ അത് എഴുതിയിട്ടുണ്ടാവും, നെവർ ഓപ്പൺ വിത്ത് ഹോട്ട് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അതും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കൂളൻ്റ് റേഡിയേറ്ററിൽ കറക്റ്റാക്കി റിസർവോയറിലും കറക്റ്റായിട്ട് നമ്മൾ കൂളൻ്റ് നിറച്ച് കൊടുക്കുക. ഈ റിസർവോയറിൽ എത്രയാണ് കൂളൻ്റ് നിറക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലൈൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മേൽഭാഗത്ത് ചെറിയൊരു ലൈൻ കാണാൻ സാധിക്കും. ആ ലൈൻ്റെ അവിടെ ഒരു ഫുൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ അവിടെ ഫുൾ എന്ന് എഴുതിയിട്ടുണ്ടാവും ഈ ഒരു വര വരെ. അതുവരെ നമ്മൾ കൂളൻ്റ് ഇതിൽ റിസർവോയറിൽ നമ്മൾ നിറച്ച് കൊടുക്കണം. ഇപ്പോൾ കറക്റ്റ് അളവിൽ നമ്മൾ റിസർവോയറിലും കൂളൻ്റ് നിറച്ചു. അതിനുശേഷം നമുക്കതിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കാം. റബ്ബർ ക്യാപ്പാണ് വരുന്നത്. അപ്പോൾ ക്യാപ്പ് ഇട്ടു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൂളൻ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഗാർഡും അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്പിൻ്റെ പ്രൊട്ടക്ഷൻ കവറും എല്ലാം നമുക്ക് ഇട്ട് ടൈറ്റ് ചെയ്യാം. നമ്മൾ റിസർവോയർ ക്യാപ്പിൻ്റെ പ്രൊട്ടക്ഷൻ കവർ ഇട്ട് നമ്മൾ അഞ്ചിൻ്റെ അലങ്കി ബോൾട്ട് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുക. ഇവിടെ ലോക്ക് ഉണ്ടാവും. ഈ കാണുന്നൊരു ഈ കുറ്റി ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളിത് ഫിറ്റ് ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നോർമലി നമ്മൾ റേഡിയേറ്റർ കൂളൻ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇത് യമഹ MT-15 എന്നുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൽ റേഡിയേറ്റർ കൂളൻ്റ് മാറ്റാൻ വളരെ സിമ്പിളാണ്. കാരണം അതിൽ പ്രത്യേകിച്ചൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഡ്രെയിൻ ബോൾട്ടുകളും ആ റിസർവോയറിൻ്റെ ഹോസൊക്കെ അഴിച്ച് നമുക്ക് സിമ്പിളായി മാറ്റാൻ സാധിക്കും. എന്നാൽ R15 NS പോലത്തെ വണ്ടികളിൽ റേഡിയേറ്റർ കൂളൻ്റ് മാറ്റുന്നത് ഈ രീതി, അതായത് ഈ ഡ്രെയിൻ ബോൾട്ടൊക്കെ സെയിമാണ്. ഡ്രെയിൻ ബോൾട്ട് അതിൽ എഞ്ചിനിലല്ല വരിക. അപ്പോൾ NSൽ നിന്ന് എഞ്ചിനിലല്ല വരിക. അത് നമ്മുടെ ക്ലച്ചിൻ്റെ ആ ഒരു മേൽഭാഗത്തായിട്ടാണ് അതിൻ്റെ ഒരു കൂളൻറ്റിൻ്റെ ഡ്രെയിൻ ബോൾട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷേ അത് കൂളൻ്റ് നിറയ്ക്കുന്നതും റിസർവോയിൽ ഫില്ല് ചെയ്യുന്നതും എല്ലാം സെയിമാണ്. പക്ഷേ അതിൽ അഴിക്കുമ്പോൾ നമ്മുടെ R15 അഴിക്കുമ്പോൾ നമുക്ക് ആ കിറ്റ് മുഴുവനായിട്ട് അഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അതുപോലെ തന്നെ NSലാണെങ്കിൽ നമുക്ക് ആ ടാങ്കിൻ്റെ ആ മേലെയുള്ള ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ കിറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് എല്ലാം അഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൂളൻ്റ് ഏകദേശം ഒരു 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങളത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം 250 രൂപയാണ് അതിന് വില വരുന്നുള്ളൂ. അതിൻ്റെ ഒറിജിനൽ, അതായത് അതിൻ്റെ കമ്പനി കൂളൻറ്റിൻ്റെ വില അത്രേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് റിസർവോയറിലെ കൂളൻ്റ് കറക്റ്റ് ലെവലിൽ ഉണ്ടോ എന്നും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം റേഡിയേറ്റർ കൂളൻ്റ് കുറവായി കഴിഞ്ഞാൽ എയർ കൂൾഡ് എഞ്ചിനിലൊക്കെ ആകുമ്പോൾ അതിൽ എയർ ഫിൻസുകളുണ്ട്. അതായത് എയർ വന്ന് തട്ടി ആ ഒരു ഭാഗം കൂളാവാൻ വേണ്ടി എയർ ഫിൻസുകൾ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ റേഡിയേറ്ററുള്ള വണ്ടികൾ ഡയറക്റ്റ് എഞ്ചിനായിരിക്കും. അതായത് അതിന് പ്രത്യേകിച്ച് ഫിൻസുകൾ ആ കട്ടിങ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റേഡിയേറ്റർ കൂളൻ്റ് കുറഞ്ഞ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എൻജിൻ സീസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റേഡിയേറ്റർ കൂളൻ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്നിട്ടും ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തിട്ടും കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാട്ടർ പമ്പിൻ്റെ ഓയിൽ സീൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വാട്ടർ പമ്പിൻ്റെ ഓയിൽ സീൽ പോയിട്ടുണ്ടെങ്കിലാണ് കൂടുതലും റേഡിയേറ്റർ കൂളൻ്റ് എൻജിൻ ഓയിലായിട്ട് മിക്സ് ആവുക. എൻജിൻ ഓയിലായിട്ട് മിക്സ് ആവുന്നത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ ആ എൻജിൻ ഓയിലിൻ്റെ കളറ് ആ റേഡിയേറ്റർ കൂളൻറ്റിൻ്റെ കളറും കൂടെ ആ ഒരു മിക്സ് ആയിട്ടുണ്ടാവും. അതായത് മിക്കവാറും റേഡിയേറ്റർ കൂളൻ്റൊക്കെ ഒരു പച്ച കളറ്, അതുപോലെ തന്നെ നീല കളറ്, ആ ഒരു കളറിലായിരിക്കും. അതായത് നമ്മുടെ ഓയിലിനോട് മിക്സ് ആയാലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ചില ബ്രാൻഡുകളുടെ മോട്ടീവുകൾ പോലത്തതിൻ്റെയൊക്കെ ചില വൈറ്റ് കളറിൽ, നമ്മുടെ പച്ചവെള്ളം പോലത്തെ ആ ഒരു വൈറ്റ് കളറിലൊക്കെ കൂളൻ്റ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കമ്പനി കൂളൻ്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റേഡിയേറ്ററിൽ കൂളൻ്റ് കുറവാകുന്നുണ്ടെങ്കിൽ ആ വാട്ടർ പമ്പിൻ്റെ ഓയിൽസിലും ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എൻജിൻ ഓയിലിലെ കളറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നും ചെക്ക് ചെയ്യുക. അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഓയിൽസിൽ മാറ്റുകയോ, അല്ലെങ്കിൽ നമ്മുടെ എൻജിൻ്റെ പാക്കിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും, അതായത് സിലിണ്ടറിൻ്റെ അതുപോലെ തന്നെ ഹെഡിൻ്റെ ഒക്കെ പാക്കിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും കൂളൻ്റ് ലീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.